നമസ്കാരം. ഭൂമിയിൽ ജനനം എടുത്ത് മനുഷ്യ ജന്മം എടുത്തു കഴിഞ്ഞാൽ അതിൽ സുഖം ഉണ്ടാവും, ദുഃഖം ഉണ്ടാവും. അത് നമ്മുടെ കർമ്മഫലം അനുസരിച്ചാണ്. ഭൂമിയിൽ ജനനം മനുഷ്യ ജീവിതം എടുത്തു കഴിഞ്ഞാൽ അതിൽ നമുക്ക് പൂർവ്വജന്മം അനുസരിച്ചുള്ള നല്ലതും വരും, അത് മോശമായിട്ടുള്ള അനുഭവം വരും. ഇപ്പൊ ചില വിധികൾ ചിലവരെ സംബന്ധിച്ചിടത്തോളം എന്നെ കാണാൻ വരുന്നവരിൽ ഭൂരിഭാഗം കുടുംബ ബന്ധങ്ങളിൽ പ്രശ്നം, പ്രണയബന്ധങ്ങളിൽ വിള്ളല്, അല്ലെങ്കിൽ വിവാഹ ജീവിതത്തിൽ ദുരിതം, അല്ലെങ്കിൽ സാമ്പത്തിക ബുദ്ധിമുട്ട്, ഇത്തരം കാര്യങ്ങളിലാണ് എന്റെ അടുത്ത് പരിഹാരം തേടി വരുന്നത്. അവരുടെയൊക്കെ വിധി നമ്മൾ പ്രശ്നം വെച്ച് നോക്കുമ്പോൾ അവരുടെ വിധി ബന്ധിച്ച് കിടക്കുന്നതായിട്ട് കാണാം. നമ്മൾ ഒരു വിധി ബന്ധിച്ച് കിടക്കുകയാണെങ്കിൽ അതിൽ നിന്ന് മുക്തി നേടാൻ നിങ്ങൾ ഏത് അമ്പലത്തിൽ പോയി പറഞ്ഞാൽ ഒരു പരിഹാരവും ഇല്ല. 24 മണിക്കൂർ അമ്പലത്തിൽ പോയി കിടന്ന് ജീവിതകാലം മുഴുവൻ ദുരിതത്തിലാണ് ഒരുപാട് പേര് എനിക്കറിയാം. മന്ത്രദീക്ഷയില്ലാതെ മന്ത്രം ജപിക്കുന്നവർ. അതല്ല, നിങ്ങളുടെ പൂർവ്വജന്മം അനുസരിച്ച് നിങ്ങളുടെ വിധി ബന്ധിച്ച് കിടക്കുകയാണോ, അതിൽ പരിഹാരം എന്താണോ കാണുന്നത് ആ പരിഹരിക്കണം. അല്ലെങ്കിൽ അടുത്ത ജന്മം എടുത്താൽ ഇതേ അനുഭവങ്ങൾ തന്നെ നിങ്ങളുടെ വന്നുകൊണ്ട് ഇപ്പൊ ചിലവരെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് വരുമാനം വരും, പക്ഷെ സാമ്പത്തികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ട്. ഒരു നല്ല ജോലിയൊക്കെ കാണും, പക്ഷെ സാമ്പത്തികമായിട്ട് ഇവർക്ക് ബുദ്ധിമുട്ട്, 1 രൂപ പോലും കയ്യിലെടുക്കാൻ കാണത്തില്ല. ഇവരെ വിധി പരിശോധിച്ച് വിധി ബന്ധിച്ച് കിടക്കുകയാണ്. അവർക്ക് ഈ ജന്മം ഇത് അനുഭവിച്ചേ പറ്റത്തുള്ളൂ. ചിലത് പരിഹരിക്കാൻ പറ്റും, നമ്മൾ പറഞ്ഞു കൊടുക്കും ഈ വിധി നിങ്ങൾ ചെയ്യണം. ചിലവർ ചെയ്ത് ചിലവർക്ക് പരിഹാരം ഇല്ല. ചിലരെ സംബന്ധിച്ചിടത്തോളം ചില ജന്മങ്ങൾ എടുക്കുന്നത് ഇന്ന കാര്യങ്ങൾ അനുഭവിക്കാൻ വേണ്ടിയാണ്. മനസ്സിലായില്ലേ ഞാൻ പറഞ്ഞോട്ടെ? നമ്മുടെ സോള് ഇൻവോൾവ് ചെയ്ത് അടുത്ത ലെവലിലേക്ക്, അടുത്ത ഡയമെൻഷനിലേക്ക് എത്തും. ചിലത് അനുഭവിക്കണം. പക്ഷെ ചിലരെ സംബന്ധിച്ചിടത്തോളം വിധി ബന്ധിച്ചിട്ട് വിവാഹ ജീവിതത്തിൽ ഒരുപാട് പേർക്ക് ദുരിതങ്ങൾ. നമ്മൾ പൂർവ്വജന്മം എടുക്കുമ്പോൾ ശത്രുക്കളായിരിക്കും കെട്ടിക്കുന്നത്. പൂർവ്വജന്മം അനുസരിച്ച് നോക്കുമ്പോൾ ഇവര് എടുത്തു വയ്ക്കാൻ പറ്റാത്ത ജാതകം ഒരിക്കലും എടുത്ത് കെട്ടിച്ചു വെച്ചിരിക്കുന്നത്. ഇവിടുത്തെ 10 ജ്യോതിഷന്മാര് 10 പൊരുത്തം നോക്കിയിട്ടാണ് ഉത്തമം എന്ന് പറഞ്ഞിട്ട് വിടുന്നവർ. പക്ഷെ ഇവര് പ്രശ്നം വെച്ച് നോക്കുമ്പോൾ പൂർവ്വജന്മത്തിൽ ശത്രുക്കളെ പിടിച്ച് കെട്ടിയിരിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ വിവാഹ ബന്ധമായാലും നിങ്ങളുടെ വിധി ബന്ധിച്ച് കിടക്കുകയാണോ അത് മറികടന്ന് വേണം, അത് വിധി ബന്ധിച്ച് കിടക്കണം, അതിന് പരിഹാരം തേടിയിട്ട് വേണം മുന്നോട്ട് പോകാൻ. അല്ലെങ്കിൽ നിങ്ങൾക്ക് സമാധാനം കിട്ടത്തില്ല. ഈ പ്രണയബന്ധങ്ങളിൽ ഈ ചക്കരയും തേനും പോലെ കഴിഞ്ഞവർ വിവാഹ ജീവിതത്തിൽ എത്തുമ്പോൾ ഒരുപാട് തകർച്ചകളായിട്ട് കണ്ടിട്ടില്ലേ? ഇപ്പൊ ഇവിടുത്തെ പൊരുത്തം നോക്കുന്ന ജോത്സ്യന്മാരുണ്ട്. 10 പൊരുത്തം നോക്കുമ്പോൾ ആ 8 പൊരുത്തം ഉത്തമം, 5 കൂടുതലാണെങ്കിൽ മധ്യമം. അതിലല്ല കാര്യം. നിങ്ങൾ ഉപാസനയുള്ളിടത്ത് പോകണം. ഉപാസനയുള്ളവരിൽ അവര് പൂർവ്വജന്മം നോക്കിയിട്ട് അതിൽ എന്താണോ കർമ്മബന്ധം ബന്ധിച്ച് കിടക്കുകയാണോ, അതിന് പരിഹാരം ഉണ്ടോ, ശത്രുഭാവത്തിലാണോ മിത്രഭാവത്തിലാണോ, എങ്കിൽ മാത്രമേ നിങ്ങൾ മുന്നോട്ട്. അല്ലാതെ 10 പൊരുത്തം ഉണ്ടെന്ന് പറഞ്ഞാൽ യാതൊരു കാര്യമില്ല. അവര് ഒരു പരിധി കഴിയുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങളാവും. എത്രയോ പേര് ഇപ്പൊ ഒരു വീട്ടിൽ താമസിച്ചിട്ട് 2 മുറിയിലായിട്ട് കിടക്കുന്ന എത്ര പേരുണ്ട്. ചിലവരെ സംബന്ധിച്ചുള്ള സാമ്പത്തിക ബുദ്ധിമുട്ട് എന്നെ കാണാൻ വരുന്നതിന് മിക്കവർക്കും അറിയാം. അവർക്ക് 1 രൂപ പോലും എടുക്കാനില്ല. അവർ നോക്കാൻ വിധി ബന്ധിച്ച് കിടക്കുകയാണ്. നമ്മൾ ഇന്ന പരിഹാരങ്ങൾ ചെയ്യണം. അവർക്ക് അതിനുള്ള പണം പോലും ഇല്ല. വിധി ബന്ധിച്ച് കിടക്കണം. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ചിലവർ പറയും എന്തെങ്കിലും നല്ലൊരു വഴി കണ്ടുപിടിച്ച് തന്നില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യേണ്ടി വരും. ആത്മഹത്യ ചെയ്താൽ എന്താണ്? നിങ്ങളുടെ ഈ വിധി ബന്ധിച്ച് കിടക്കുന്ന വിധി മാറ്റാതെ ആത്മഹത്യ ചെയ്തെന്ന് പറഞ്ഞ വയ്ക്ക് അടുത്ത ജന്മം എടുക്കുമ്പോൾ ഇതേ വിധി തന്നെ നിങ്ങളെ തേടി വരും. മനസ്സിലായില്ലേ? ആത്മഹത്യ ചെയ്താൽ തന്നെ നിങ്ങളുടെ അടുത്ത ജന്മം എടുക്കാൻ തന്നെ ജന്മാന്തരമായിട്ടുള്ള വർഷങ്ങൾ വേണം. 1000-ൽ കൂടുതൽ വർഷങ്ങൾ വേണ്ടി വരും. ആ ജന്മം എടുത്ത് നിങ്ങൾ അടുത്ത ജന്മം എടുത്താൽ തന്നെ ഇതേ വിധി തന്നെ നിങ്ങളെ തേടി വരും. ഇതിൽ നിന്ന് ഒരു ലൂപ്പ് പോലെ നിങ്ങളെ കിടന്ന് വട്ടം കറങ്ങിക്കൊണ്ടിരിക്കും. അതിൽ നിന്ന് ഓവർകം ചെയ്യണം. നമ്മൾ വിധി നോക്കുമ്പോൾ ആ ബന്ധിച്ച് കിടക്കുന്ന അനുഭവങ്ങൾ അത് മറികടന്നാൽ മാത്രമേ നിങ്ങൾക്ക് പുരോഗതി ഉണ്ടാകും. അപ്പൊ ചിലപ്പോൾ ദാമ്പത്യ പുരോഗതി ആയിരിക്കും, സാമ്പത്തികമായിട്ടുള്ള പുരോഗതി ആയിരിക്കും. അല്ലാതെ ചിലവരെ സംബന്ധിച്ച് ശുക്രദശയാണ്, ഇനി എല്ലാം നല്ലതാണ്. വേഴദശ, അതിലല്ല കാര്യം. വിധി ബന്ധിച്ച് കിടക്കുന്നുണ്ടോ എന്ന് നോക്കണം. എനിക്ക് പരിചയമുള്ള ഒരു ഗീത എന്ന് പറഞ്ഞ ഒരു പരിചയക്കാരിയുണ്ട്. ഇവരാണെങ്കിൽ പോവാത്ത അമ്പലങ്ങളില്ല, മന്ത്രദീക്ഷയില്ലാതെ മന്ത്രം ചൊല്ലും. പക്ഷെ ഇവർക്ക് ദുരിതങ്ങളാണ് ജീവിതത്തിൽ ഉണ്ടാവുന്നത്. എന്ന് വെച്ചാൽ പോവാത്ത അമ്പലങ്ങളില്ല, എന്നാൽ അവരെ കുടുംബക്ഷേത്രത്തിൽ തിരിഞ്ഞു നോക്കത്തില്ല. കുടുംബക്ഷേത്രം തകർന്നടിഞ്ഞു, അത് എന്തോ വിറ്റുപോയോ എന്തോ ചെയ്ത്. കുടുംബക്ഷേത്രത്തിൽ നിങ്ങൾക്ക് തടസ്സം വന്ന കുടുംബക്ഷേത്രം നേരെ നോക്കിയില്ലെങ്കിൽ അതിന്റെ ഊർജ്ജം നിങ്ങളെ മൂലാധാര ചക്രത്തെ ബാധിക്കും. സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് വരും. കുടുംബക്ഷേത്രം ഇപ്പൊ ഒരുപാട് ഈ വളർന്ന് പന്തലിച്ച് നിൽക്കുന്ന ഒരു മരം, അതിന്റെ വേര് മുറിച്ച് കളഞ്ഞ് അതിന് എത്ര ദൂരം പോകാൻ പറ്റും? മനസ്സിലായില്ലേ? ഇപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ പോവാത്ത ക്ഷേത്രങ്ങളില്ല. എന്നാൽ കുടുംബക്ഷേത്രം അവർ തിരിഞ്ഞു നോക്കാറില്ല. 2 കുടുംബക്ഷേത്രം എന്തോ ഉണ്ടായിരുന്നു, അത് വിറ്റുപോവുകയും ചെയ്തു. അവർക്ക് ജീവിതത്തിൽ ദുരിതങ്ങളാണ് മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഈ അമ്പലങ്ങളൊക്കെ ഊർജ്ജ കേന്ദ്രങ്ങളാണ്. അവിടെ നിങ്ങൾ പോയാൽ നിങ്ങൾക്ക് ചിലപ്പോൾ പോസിറ്റീവ് എനർജി ഉണ്ടാവാം. പക്ഷെ നിങ്ങൾക്ക് തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ അത് മാറിയിട്ട് പോകുന്നതാണ് ഗുണം. അല്ലാതെ തടസ്സങ്ങൾ വച്ചുകൊണ്ടു പോകുന്നത് നിങ്ങൾക്ക് എത്ര അമ്പലത്തിൽ പോയെന്ന് പറഞ്ഞാൽ അതിലൊരു മേൽക്കൈ ഉണ്ടാവണമെന്നില്ല. 24 മണിക്കൂർ അമ്പലത്തിൽ കിടക്കണം. എത്രയോ പേരുണ്ട് അമ്പലത്തിൽ. 24 മണിക്കൂർ അമ്പലത്തിലാണ്, വഴിപാടാണ്. ഉള്ള പൈസ എല്ലാം അമ്പലത്തിൽ കൊണ്ടുപോയി ഓരോ വഴിപാട് ചെയ്ത് മന്ത്രദീക്ഷയില്ലാതെ മന്ത്രം ചൊല്ലല്, രക്തങ്ങളെ കുറിച്ച് കൂടുതൽ അറിവ് ഉള്ള രക്തങ്ങൾ, ആമമോതിരം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രക്തങ്ങൾ ഓരോ രക്തങ്ങളും വിധിച്ചിട്ടുള്ളതുണ്ട്. വിധിച്ചിട്ടുള്ള രക്തങ്ങൾ മാത്രമേ ധരിക്കാവൂ, അല്ലെങ്കിൽ അബദ്ധമാണ്.
ശനിയുടെ ബുദ്ധിമുട്ടൊക്കെ പോയി നിങ്ങൾ തിരിച്ചടി കൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ട് വരും. മനസ്സിലായി? രത്നങ്ങൾ പൂർവ്വജന്മ രത്നങ്ങൾ ധരിക്കാൻ ഇപ്പൊ വൈഡൂര്യം ധരിച്ച് ഒരുപാട് പേർക്ക് ബുദ്ധിമുട്ടുണ്ടാവണം കണ്ടിട്ടുണ്ട്. വിധിച്ചിട്ടുള്ളവർ മാത്രമേ ധരിക്കാവൂ. മനസ്സിലായില്ലേ? രത്നക്കടക്കാരൻ ലാഭം ഉണ്ടാക്കാൻ വേണ്ടി അതുപോലെ ഈ ക്ഷേത്രങ്ങളിൽ പോയി വഴിപാട് ചെയ്യണത് ആവശ്യമുള്ള വഴിപാട് ചെയ്യാവൂ. കുടുംബ ക്ഷേത്രത്തിൽ തിരിഞ്ഞു നോക്കാതെ ക്ഷേത്രങ്ങളിൽ പോയി വഴിപാട് എന്ത് നിങ്ങളെ മൂലാധാര ചക്രം വീക്കാം, നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുണ്ടോ, നിങ്ങൾക്ക് ഉയർച്ച കാണത്തില്ല. ഒരു വേര് മുറിച്ച് കളഞ്ഞ് മരത്തിന് എത്ര ദൂരം മുന്നോട്ട് പോകാൻ പറ്റും? മരം ഉണങ്ങിപ്പോവില്ലേ? അതുപോലെയാണ് ഈ കുടുംബക്ഷേത്രത്തിന്റെ പ്രാധാന്യം. എന്നെ സംബന്ധിച്ചിടത്തോളം ഇടയ്ക്ക് ഒരു വീട്ടിൽ പോയിരുന്നു. അവരെ കുടുംബക്ഷേത്രം, ഇവിടെ ഒരു കുടുംബക്ഷേത്രം ഉണ്ടായിരുന്നു, അതൊക്കെ ഇടിച്ച് അവർ വീട് വെച്ചിരുന്നു. മനസ്സിലായില്ല? അവരുടെ ഹൗസ് ഓണർ ബന്ധനാവസ്ഥയിൽ, അന്യ രാജ്യത്ത് എന്തോ ബന്ധനാവസ്ഥയിൽ നിൽക്കുക. കുടുംബക്ഷേത്രം ഇടിച്ചവർ തകർത്തിരിക്കുക. അപ്പൊ കുടുംബക്ഷേത്രത്തിന് തകർച്ചയുണ്ടാകും. നിങ്ങൾക്ക് നിങ്ങളുടെ മൂലാധാര ചക്രത്തിന് വീക്കുണ്ടാവും. അപ്പൊ നിങ്ങളുടെ പറഞ്ഞു വരുന്നത് നിങ്ങൾ അനുഭവിക്കുന്ന എല്ലാ കാര്യവും നിങ്ങളുടെ ഇത് വിധിയാണ് എന്ന് വരുത്താൻ ചിലതൊക്കെ നിങ്ങൾ തന്നെ വരുത്തി വയ്ക്കുന്ന ചില ദുരിതങ്ങളാണ്. മനസ്സിലായില്ലേ? പിന്നെ ചില സോൾസ് ഉണ്ട് ഓൾറെഡി എൻലൈറ്റഡ് ആയ ചില സോൾസ് ഭൂമിയിൽ ജനനം എടുക്കും. അവരെ സംബന്ധിച്ചിടത്തോളം സാക്രിഫൈസിന് വേണ്ടി മറ്റുള്ളവരുടെ ചിലവരെ സംബന്ധിച്ച് നമ്മൾ നോക്കുമ്പോൾ അവർക്ക് വലിയ ദോഷങ്ങളൊന്നുമില്ല, പൂർവ്വജന്മത്തിലെ ദോഷങ്ങളൊന്നുമില്ല, പ്രശ്നം വെച്ച് നോക്കുമ്പോൾ ദോഷങ്ങളൊന്നുമില്ല. പക്ഷെ ഇവരെ സംബന്ധിച്ചുള്ള ഈ ജന്മം എടുത്തിരിക്കുന്നത് ഇന്ന കാര്യങ്ങളെ അനുഭവിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ നമുക്കത് പരിഹാരമില്ല. അവര് ഈ ജന്മം എടുക്കുമ്പോൾ അവരുടെ മനോമയ കോശം തകർന്നു പോകുമ്പോൾ അവരത് മറന്നു പോകുന്നതാണ്. ഈ ജന്മം ഓൾറെഡി ഈ ആത്മാവ് എൻലൈറ്റഡ് ആണ്. പക്ഷെ ഈ ഭൂമിയിൽ ഈ ജനനം ഈ സമയം എടുത്തിരിക്കുന്നത് ചിലതൊക്കെ അനുഭവിക്കാൻ വേണ്ടിയാണ്. അപ്പം അത് അങ്ങനെ ചില സോൾസ്, അങ്ങനെ ചില ആത്മാക്കൾ ഭൂമിയിൽ ജനനം എടുക്കും. ഇത് ക്രൂസിഫിക്കേഷൻ ലെവലിലേക്ക് പോകുന്നുണ്ട്. 18 ദീക്ഷകളുണ്ട്. അതിൽ 3ാമത്തെ ദീക്ഷയിൽ നിന്ന് ചിലവർ 4ാമത്തെ ദീക്ഷയിലേക്ക് പോകാൻ വേണ്ടി അങ്ങനത്തെ ചില ജന്മങ്ങൾ എടുക്കുന്നവരുണ്ട്. അത് നമ്മുടെ ആത്മാവിന്റെ തലത്തിൽ നോക്കുമ്പോൾ നമുക്ക് കുറെ ഗ്രൂപ്പ് സോൾസ് ഉണ്ട്. ഈ ഗ്രൂപ്പ് സോൾസിന്റെ ഇവോൾവിന് വേണ്ടി അടുത്ത ഡയമെൻഷനിലേക്ക് അവർ സഞ്ചരിക്കാൻ വേണ്ടി അതിലെ ഏറ്റവും മുതിർന്ന ചില ആത്മാക്കൾ ചില ജന്മങ്ങൾ എടുക്കും. ചില ക്രൂസിഫിക്കേഷന് വേണ്ടി ചിലത് സാക്രിഫൈസ് ചെയ്ത് മറ്റ് സോൾസിനെയും കൂടെ എൻലൈറ്റഡ് ആക്കാൻ വേണ്ടി ചില ജന്മങ്ങൾ എടുക്കും. അങ്ങനെ ചില ദുരിതങ്ങൾ അനുഭവിക്കുന്നുണ്ട്. പക്ഷെ ഭൂരിഭാഗം പേർക്കും സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാവുന്ന അവരെ കർമ്മഫലം കൊണ്ടാണ്. കർമ്മഫലം പൂർവ്വജന്മത്തിലെ വിധി ബന്ധിച്ച് കിടക്കണമെന്നുകൊണ്ടാണ്. ചിലവർക്കൊക്കെ കഠിനമായ സർപ്പദോഷമുണ്ട്. ഞാൻ ചിലർക്ക് എൻ്റെ അടുത്ത് ഇതിൽ സബ്സ്ക്രൈബേഴ്സ് ചിലവർ വരാറുണ്ട്. ഞാൻ പരിഹാരം പറഞ്ഞു കൊടുക്കും. അവർക്ക് ഒരുപാട് മാറ്റങ്ങൾ വരുമല്ലോ, മാറ്റങ്ങൾ വന്നിട്ടുണ്ടല്ലോ. കാര്യം എന്ന് വെച്ചാൽ സർപ്പബന്ധിതമായിട്ട് സർപ്പങ്ങൾ ബന്ധിക്കും. ഒരുപാട് ഐശ്വര്യം തരുന്നവരാ സർപ്പം. പെട്ടെന്ന് അനുഗ്രഹിക്കുകയും ചെയ്യും, പെട്ടെന്ന് ശപിക്കുകയും ചെയ്യും. സർപ്പ ബന്ധിച്ച് കിടക്കുന്ന ചിലവർക്ക് ഒരുപാട് പരിഹാരം ഞാൻ കണ്ടെത്തി കൊടുത്തിട്ടുണ്ടല്ലോ. വിവാഹബന്ധം, പ്രണയബന്ധങ്ങൾ തകർച്ചയായിട്ട് വന്നിട്ടുള്ള ഒരുപാട് പേരുണ്ടല്ലോ. ഞാൻ പരിഹാരം പറഞ്ഞു കൊടുത്തിട്ടുണ്ടല്ലോ. ചിലവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ കല്യാണം എൻ്റെ അടുത്ത് പൊരുത്തം നോക്കാൻ ചിലർ വരും. ഞാൻ പറയുന്നത് ചേർക്കാൻ പാടില്ല, പക്ഷെ അവര് സമ്മതിക്കില്ല. അവർ സർക്കാർ ജോലിയാണ്, ഒരുപാട് പണം, ഇതുപോലെ ഒരു ബന്ധം അവക്കിനി വരില്ല. അതുകൊണ്ട് ഇത് എങ്ങനെയെങ്കിലും ചേർക്കണം. നമ്മളിത് ചേർന്നാൽ 100% അഗ്നിയെ സൂചിപ്പിക്കുന്ന തീയെയാണ് കാണുന്നത്. പ്രശ്നം വയ്ക്കുമ്പോൾ ഒരു കാരണവശാലും ചേർക്കാൻ പാടില്ല. പക്ഷെ അവർക്കിത് ചേർത്തേ പറ്റുള്ളൂ. കാര്യം സംബന്ധിച്ചുള്ള പയ്യന് നല്ല ജോലിയാണ്, ഒരുപാട് സാമ്പത്തികമായിട്ട് ഉയർച്ചയുണ്ട്. പക്ഷെ ഈ നമുക്ക് ഊർജ്ജങ്ങൾ നോക്കണ്ടേ? ഊർജ്ജങ്ങൾ രണ്ടും റിപ്പലായിട്ടാണ് നിൽക്കുന്നത്. ഇന്നല്ലെങ്കിൽ നാളെ തകർച്ച ഉണ്ടാവും. മനസ്സിലായില്ല? അപ്പൊ ഞാൻ പറയും ഇത് ചേരാൻ പാടില്ല. പക്ഷെ അവർ ചേർക്കാറുണ്ട്. ഇതുപോലത്തെ ഒരു ബന്ധം വരും. ഇതൊക്കെ അന്ധവിശ്വാസമാണ്. ഒരു വർഷം തികച്ചു കഴിയത്തില്ലല്ലോ. ഊർജ്ജങ്ങൾ ബന്ധിച്ച് കിടക്കുന്നവർ തമ്മിൽ കല്യാണം കഴിഞ്ഞാൽ അങ്ങനെയാണ്. അവരെ പൂർവ്വജന്മം നോക്കുമ്പോൾ അവർ ശത്രുഭാവത്തിലും കൂടെയാണ്. 10 പൊരുത്തത്തിലൊന്നും കാര്യമില്ല. 10-ൽ 8 പൊരുത്തമുള്ളവർ ഇപ്പോഴും കോടതി കയറി നടക്കുക ഡിവോഴ്സിന് വേണ്ടി എന്ന് പറഞ്ഞു. നല്ലതല്ലാതെ ചില ഊർജ്ജങ്ങൾ എടുത്തു വയ്ക്കും. കാണുമ്പോൾ ബാഹ്യമായ സൗന്ദര്യം കൊണ്ട് ചിലവർ വീടുന്നതുണ്ട്. പക്ഷെ ജീവിതം തുടങ്ങുമ്പോൾ അറിയാം. ഒരു വർഷം പോലും നമ്മളെ നോക്കുമ്പോൾ അറിയാമല്ലോ. എല്ലാ പ്രണയബന്ധവും മോശമെന്ന് പറഞ്ഞില്ല. ചില പ്രണയബന്ധങ്ങളിൽ വിള്ളൽ വരുന്നത് അവരുടെ ഊർജ്ജങ്ങൾ വ്യതിയാനങ്ങൾ കൊണ്ടാണ്. ചില ഊർജ്ജങ്ങൾ റിപ്പലായിട്ട് നിൽക്കും. അവർ കല്യാണം കഴിഞ്ഞാൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ. ഇപ്പം ചിലവർ പറയാറുണ്ട് കല്യാണത്തിന് മുന്നേ ഒരുപാട് നല്ലവനായിരുന്നു, അല്ലെങ്കിൽ നല്ല രീതിയിൽ പെരുമാറിക്കൊണ്ട് കല്യാണത്തിന് ശേഷം ഒരുപാട് ദുരിതങ്ങളാണ്. 2 ഊർജ്ജങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഉണ്ടാവുന്ന ഒരു അവസ്ഥയാണത്. 2 ഊർജ്ജങ്ങൾ, 2 അവസ്ഥയിൽ 2 കർമ്മഫലങ്ങളിൽ വന്നിരുന്ന ഊർജ്ജങ്ങൾ അത് കല്യാണം കഴിയുമ്പോൾ എന്ത് അവസ്ഥയിലാണ് അത് നോക്കുമ്പോൾ നല്ലതല്ലാത്ത ലക്ഷണങ്ങളാണ് സ്വാഭാവികമായിട്ട് അനുഭവിച്ചേ പറ്റത്തുള്ളൂ. മനസ്സിലായില്ല? അല്ലാതെ ഈ 10 പൊരുത്തത്തിലും പാപസാമ്യത്തിലും കാര്യമില്ലെന്നല്ല, അത് നോക്കണം. ഉപാസനയിലൂടെ വിവാഹ പ്രശ്നവും കൂടെ നോക്കണം. അത് ഉത്തമമാണെങ്കിൽ മാത്രമേ നടത്താവൂ. അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പം പ്രണയിച്ച് കല്യാണം കഴിഞ്ഞ് വിവാഹത്തിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഒരുപാട് പേര് എനിക്കറിയാം, ഒരുപാട് പേര്. അത് പെണ്ണുങ്ങളിലും ഉണ്ട്, ആണുങ്ങളിലും ഉണ്ട്. നല്ലതല്ലാതെ ചില ഊർജ്ജങ്ങൾ വന്നാൽ നിങ്ങളുടെ ജീവിതം തകർന്നടിയും. പക്ഷെ നല്ല ഊർജ്ജങ്ങളാണ് നിങ്ങളെ തേടി വരുന്ന. നല്ലൊരു ഊർജ്ജമുള്ള, നല്ലൊരു ആത്മാവിനെയാണ്, നല്ലൊരു ആത്മാവുള്ള നല്ലൊരു ആളെയാണ് നിങ്ങൾ സ്വീകരിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ഉയർച്ച ഉണ്ടാവും. മനസ്സിലായില്ലേ?
ഇപ്പം പൂർവ്വജന്മത്തിൽ അനുകൂലമായിട്ടുള്ളവരൊക്കെ കല്യാണം കഴിച്ചാൽ നിങ്ങൾക്ക് സ്വർഗ്ഗതുല്യ ഒരു വിവാഹ ജീവിതം കൊണ്ട് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാവുന്ന ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. ചില പെൺകുട്ടികൾ ചിലരുടെ ജീവിതത്തിൽ വരുമ്പോൾ അയാളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരും. നമുക്ക് ധനസംബന്ധമായിട്ടുള്ള മാറ്റമല്ല, ഒരുപാട് മനസ്സമാധാനം, ഒരുപാട് ഐശ്വര്യം, അയാൾക്ക് അന്നത്തിന് മുട്ട് വരില്ല, അങ്ങനെ ഒരുപാട് ഐശ്വര്യങ്ങൾ പറഞ്ഞ് കണ്ടിട്ടുണ്ട്. നല്ല ഊർജ്ജങ്ങൾ വരുമ്പോൾ നല്ല നല്ല അനുഭവങ്ങൾ ഉണ്ടാവും, നല്ല നല്ല ജന്മങ്ങൾ ഉണ്ടാവും, കുഞ്ഞുങ്ങൾക്ക് ഉയർച്ച ഉണ്ടാവും. അതാണ് നോക്കേണ്ടത്. അപ്പൊ എല്ലാ കർമ്മവും എല്ലാ വിധിയും നിങ്ങൾക്കുണ്ടാകുന്ന എല്ലാ അനുഭവങ്ങളും വിധി എന്ന് പറഞ്ഞ് തള്ളിക്കളയും. ചിലതൊക്കെ നിങ്ങൾ വരുത്തി വയ്ക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ ഊർജ്ജം നോക്കണം. നിങ്ങളുടെ അവസ്ഥ എന്താ, നിങ്ങളുടെ ഊർജ്ജത്തിനനുസരിച്ചുള്ള ഒരു വ്യക്തി വേണം നിങ്ങൾ സ്വീകരിക്കാൻ. മനസ്സിലായില്ലേ? ചില പ്രണയബന്ധങ്ങളൊക്കെ ഉത്തമമാണ്, കാണുമ്പോഴേ അറിയാം അവർ ദീർഘസുമംഗലിയായിരിക്കും, അവർ ജനനം എടുത്തിരിക്കുന്നത് തന്നെ ഇതിനു വേണ്ടിയായിരിക്കും. ചിലതൊക്കെ പ്രശ്നങ്ങളാണ്, വിവാഹത്തിന് ശേഷം ഒരുപാട് പ്രശ്നങ്ങൾ വരും. അത് ഉത്തമ ഉദാഹരണം ഒരുപാടുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങളൊരു ലൂപ്പിലാണോ, വിട്ടുമാറാത്ത ചില പ്രശ്നങ്ങളിലെ ലൂപ്പിലാണോ, അതിപ്പോ സാമ്പത്തികമാവട്ടെ, ദാമ്പത്യമാവട്ടെ, പ്രണയ വിഷയമാവട്ടെ, തടസ്സങ്ങളാവട്ടെ, ലൂപ്പിലാണ് തുടർച്ചയായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾ പ്രശ്നം വച്ച് നോക്കണം. എന്തുകൊണ്ട് നിങ്ങളിത് അനുഭവിക്കുന്നു? മനസ്സിലായില്ലേ? ജ്യോതിഷത്തിൽ പ്രശ്നചിന്ത നടത്തി അതിൽ തടസ്സങ്ങളുണ്ടെങ്കിൽ, നിങ്ങളുടെ പൂർവ്വജന്മത്തിൽ പരിഹാരങ്ങൾ ഉണ്ടെങ്കിൽ, എല്ലാത്തിനും പരിഹാരമില്ല. ഈ കലിയുഗത്തിൽ പരിഹാരം കിട്ടാൻ വലിയ പാടാണ്. പരിഹാരം വളരെ വിരളമാണ്. അപ്പൊ അത്തരത്തിലുള്ള പരിഹാരങ്ങൾ ഉണ്ടെങ്കിൽ അത് ചെയ്ത് പരിഹരിക്കണം. നമുക്ക് ജീവിതം നമ്മുടെ ഉയർച്ചയിലേക്ക് കൊണ്ടുപോകണം. അല്ലാതെ ജീവിതം മുന്നോട്ടാണ് പോവേണ്ടത്, അല്ലാതെ സ്തംഭനാവസ്ഥയിലാക്കി ഇരുന്ന് ജീവിതം, കുടുംബ ബന്ധങ്ങൾ എല്ലാം തകർച്ചയിലാക്കണം. അപ്പൊ തടസ്സങ്ങളുണ്ടെങ്കിൽ അത് നിങ്ങൾ കണ്ടെത്തി പരിഹരിക്കണം. വിധികൾ ബന്ധിച്ച് കിടക്കുകയാണെങ്കിൽ അതിന് പരിഹാരം ഉണ്ടോ എന്ന് കണ്ടെത്തണം. പരിഹാരം ഉണ്ടെങ്കിൽ അത് ചെയ്ത് അത് പരിഹരിച്ച് ജീവിതം തിരികെ പിടിച്ച് ജീവിതം ഉയർച്ചയിലേക്ക് കൊണ്ടുപോകണം. ഓക്കെ, എനിക്ക് ഇത്രയും പറയണമെന്ന് തോന്നി. ജ്യോതിഷത്തിൽ ഒരുപാട് പേര് എന്നെ കാണാൻ വരുമ്പോൾ ഒരുപാട് പേര് ദുരിതങ്ങൾ അനുഭവിക്കണമായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പൊ ഇത്രയും ഒന്ന് പറയണമെന്ന് തോന്നി. മനസ്സിലായില്ല? അപ്പൊ പരിഹരിക്കാൻ പറ്റുന്ന പ്രശ്നങ്ങളാണെങ്കിൽ അത് പ്രശ്നം വെച്ച് പരിഹരിച്ച് നിങ്ങൾ മുന്നോട്ട് പോകണം. നിങ്ങളുടെ സുന്ദരമായിട്ടൊരു ജീവിതം നിങ്ങൾ തിരികെ പിടിക്കണം. ഓക്കെ, നന്ദി, നമസ്കാരം.